നിന്റെ സിഗരറ്റ് വലി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ വിശ്വ. ഇതിന്റെ ഒന്നും രസം നിനക്ക് അറിയാഞ്ഞിട്ടാ. മാട്ടുങ്കയിലായിരുന്നപ്പോ ഞാൻ ചരസും പാമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. കഞ്ചാവ് പിന്നെ ഇഷ്ടം പോലെ. നിനക്കറിയോ, ഞാൻ ബ്രൗൺ ഷുഗറിന്റെ ആശാനായിരുന്നു. നീ വെറും കൊച്ചു പയ്യൻ. അങ്ങനെ എപ്പോഴും നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കും. ഇന്ത്യൻ സിഗരറ്റ് ഒന്നുമല്ല, ഫോറിൻ, വിദേശി. മറ്റൊരു സത്യം പറയട്ടെ, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. സൈമന്റെ സെന്റ് ഓഫ് പാർട്ടിക്ക് ഒരു ഗ്ലാസ് ബിയർ. പണ്ട് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആ പീറ പയ്യനൊന്നല്ല ഞാൻ. ഒരു മിനിറ്റ്, ഇത് കണ്ടോ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാ. ഇനിയും ബാക്കിയുണ്ട്, ടൈം കിട്ടുമ്പോ വലിക്കും. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. എടാ, ഈ ഷൂ നീ ഇടാറില്ലേ? ഈ ഷൂ നീ ഇടാറില്ലേന്ന്? അതങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കമ്പനി മേക്കാ. സെക്കൻഡ്സിൽ പെട്ടതാ, പാതി കാശിന് കിട്ടി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഷോട്ട്. ഉഗ്രൻ. താങ്ക് യു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ഐ സി. പക്ഷെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ 1-2 വർഷമായി വിദേശത്തൊക്കെ ആയിരുന്നു. അതിനു മുൻപ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ കളി കണ്ട് അതിശയിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല, ഞാൻ ഈ ക്ലബിൽ മെമ്പറായിട്ട് 6 മാസമേ ആയുള്ളൂ. ആയിരിക്കാം. അപ്പോ 2 വർഷം മുമ്പ് ഞാൻ സാറിന്റെ കളി കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു. YMCA? എക്സാക്ട്ലി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സാറിന്റെ ആ സ്പെഷ്യൽ ബാക്ക് കോർട്ട് സ്മാഷ് ഉണ്ടല്ലോ, മുഖസ്തുതിയല്ല, ഇവാൻ ലണ്ടലിന്റെ തനി പകർപ്പാ. താങ്ക് യു. യുവർ ഗുഡ് നെയിം? ഐ ആം വിശ്വനാഥ്. ഞാൻ എന്നും ടെന്നീസിന്റെ ഒരു ആരാധകനായിരുന്നു. ജപ്പാനിലായിരുന്നപ്പോ വോൾവോ ടൂർണമെന്റിൽ വെച്ചാണ് ലണ്ടലിനെയും മെക്കൻറോയെയും ഞാൻ ആദ്യം കാണുന്നത്. ബോറിസ് ബക്കറിന് കൺസിസ്റ്റൻസി ഇല്ല. പാറ്റ് കാഷ് ഒരു ഫ്ലൂക്കാണ്. യു സെഡ് ഇറ്റ്. ഞാൻ സാറിന്റെയും ടെന്നീസിന്റെയും ഫാനാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. സത്യം പറയാലോ, ഇന്ത്യയിലെ ആളുകളെയും ഇവിടുത്തെ സാധനങ്ങളെയും നമ്മുടെ ആളുകൾക്ക് മതിപ്പില്ല. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയും. യെസ്, ഐ നോ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും കറങ്ങിയിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. സാർ നോക്കണം, ഇതൊരു ഇന്ത്യൻ സാധനമാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മൊണിക്ക ഷൂസ്. ഞാൻ ജപ്പാനിലെ മിഹോ ഒഹാമയിൽ ഷൂ കമ്പനി മാനേജരായിരുന്നു. അവരുടെ ഷൂ ഇത്രയും വരില്ല. ആരാണ് സർ ഈ മൊണിക്ക ഷൂസിന്റെ ആളുകൾ? എന്തോ അതിരിക്കട്ടെ. ജപ്പാനിലെ മിഹോ ഒഹാമ. ഒഹാമന്ന് വിട്ടോ? വിട്ടു. എസ്റ്റേറ്റ് നോക്കണമെന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കര നിർബന്ധം. മിഹോക്കാര് കരഞ്ഞുകൊണ്ടാ യാത്ര അയച്ചത്. കമ്പനിയെ ഞാൻ അത്രമാത്രം ഉയർത്തി വിട്ടതാണേ. എസ്റ്റേറ്റ് മടുക്കുമ്പോ ഒരു ഷൂ കമ്പനി ആരംഭിക്കണമെന്നുണ്ട്. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ വെറുതെ ഇരിപ്പാണേ. ഓഹോ, അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി. എനിവേ, നൈസ് മീറ്റിംഗ്. മിസ്റ്റർ വിശ്വനാഥ്, ഇനി ഞാൻ സത്യം പറയാം. മൊണിക്ക ഷൂസിന്റെ പ്രൊപ്പറേറ്റർ ഞാൻ. ഈസ് ഇറ്റ്? യെസ്. നിങ്ങൾ എന്റെ ഒരു ഫാൻ ആണല്ലോ. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. തീർച്ചയായും. താങ്കൾ എന്റെ കമ്പനിയെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? കുറച്ചു കാലത്തേക്ക് എന്റെ കമ്പനി മിസ്റ്റർ വിശ്വനാഥൻ മാനേജ് ചെയ്യണം. അത് എസ്റ്റേറ്റ് അച്ഛൻ. നോ നോ, പ്രോമിസ് ഈസ് എ പ്രോമിസ്. സി, യു ആർ എ ഫാൻ ഓഫ് മൈൻ. ആ ഇമ്പോർട്ട് ലൈസൻസ് എനിക്ക് വാങ്ങിത്തരണം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, നമ്മൾ രക്ഷപ്പെട്ടു. അത് ലൈസൻസ് വാങ്ങിച്ചുതരാം, പക്ഷേ ജോലി. നോ, യു ആർ അപ്പോയിന്റഡ്.
യെസ് സർ. കമ്മിങ് കമ്മിങ്. മുകുന്ദൻ ഇവിടുത്തെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായോണ്ട് ഞാൻ സത്യം പറയാം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അയാളുടെ കസ്റ്റഡിയിലുണ്ട്. അത് ശരിപ്പെട്ട വി കൻ കോമ്പീറ്റ് വിത്ത് എനി അതർ കമ്പനി. സാർ, പക്ഷേ ആ ലൈസൻസ്. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. അല്ല, നീ ഇദ്ദേഹം ആരാണ് സർ? ദിസ് ഈസ് മിസ്റ്റർ മുകുന്ദ കൃഷ്ണകർത്ത. ഐ സി. നമ്മുടെ ഇവിടുത്തെ വളരെ എഫിഷ്യന്റ് ആയ ഒരു എംപ്ലോയി ആണ്. ഞങ്ങൾ വെരി പ്ലീസ് ടു മീറ്റ് യു മിസ്റ്റർ കർത്ത. മിസ്റ്റർ വിശ്വനാഥ്, Sir. എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താങ്കൾ വേണം നിർദ്ദേശിക്കാൻ. വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. ഓ യെസ് സർ, ഷുവർ ഷുവർ. പിന്നെ എത്രയും വേഗം ഇമ്പോർട്ട് ലൈസൻസ്. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ് സർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Yeah. ഇത് നിങ്ങളുടെ കമ്പനിയാണ്, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കമ്പനിയാണ്. സാർ, സാർ, നൗ യു മേ ഗോ. ഹലോ. വിശ്വ വിശ്വ എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്? ഇതാണോ നിന്റെ കൂടിക്കാഴ്ച? ബോംബെ, ഡൽഹി, കൽക്കട്ട, ബംഗാൾ. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ നല്ല മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. നീ എന്താണ് ജപ്പാനിൽ പോയത്? നീ ഏത് ഷൂ കമ്പനിയാണ് വർക്ക് ചെയ്തത്? എടാ, ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ബാറ്റയ്ക്കും കറോണയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല, ഒരു കാലത്ത് സഹിക്കില്ല. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ഞാൻ മുതലാളിയോട് വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എന്നാ ചെല്ല്, ചെന്ന് വെട്ടി തുറക്ക്. ആ. ഞാനും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാനും വെട്ടി തുറന്ന് പറയാൻ പോവാണ്. ഡാ. ചെല്ല്, ചെന്ന് പറഞ്ഞോളാൻ. പ്രേമലേഖനം അത് ഇതുപോലാണോ? ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ MD ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. അയ്യോ, എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ നീ വെള്ളത്തിലാക്കരുത്. എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? മുകുന്ദ, മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, വാ. നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണ. നമ്മുടെ MDക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ചെല്ല്.